സുഹൈലാണ് നമ്മളുള്ളത് മലപ്പുറം ജില്ലയിൽ നമ്മളെ നാട്ടിലെ പരിസരത്ത് നമ്മളിട്ടാണ് ഒരു പാവപ്പെട്ട ഒരു കുട്ടിയുടെ കല്യാണത്തിനുമായിട്ടാണ് നമ്മൾ ഈ ഓഡിറ്റോറിയത്തിൽ എത്തിക്കുന്നത്. അപ്പോൾ തികച്ചും നമ്മൾ ഈ പരിപാടിക്ക് ഭക്ഷണം വെക്കുന്ന ഫുള്ളും ലേബർ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മൾ മാസത്തിൽ കൊടുക്കാറുള്ള 600 പേർക്കുള്ള ഭക്ഷണം ഈ മാസത്തിൽ വേറെ 2 കൊടുക്കാണ്ടായതുകൊണ്ട് ലേബർ മാത്രം ചെയ്തു. ഒരു 1500 പേർക്കുള്ള ചിക്കൻ പൊരിച്ച ബിരിയാണിയില്ലേ. അപ്പോൾ ഇന്നത്തെ വിശേഷം അതാട്ടോ. ബിരിയാണിക്കുള്ള മസാല ഇവിടെ കൂട്ടിക്കൊണ്ടിരിക്കണ്ട. സർഫലി അതേപോലെ തന്നെ ഫിറോസ് കോയ എല്ലാം മസാല ചിക്കൻ മറിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാക്കി ഒന്ന് 2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് വെച്ചതിന് ശേഷം പൊരി തുടങ്ങും. പരിപാടിയിലാണ് നാളത്തെ ബിരിയാണി വെക്കാൻ. 1 2 3 4 5 ചെമ്പിലാണ് നമ്മൾ പൊരിച്ച് ബിരിയാണി വെക്കുന്നത്. ഒരു ഏകദേശം ഒരു 30-35 ഐറ്റംസാണ് നമ്മൾ. പൊരിച്ച് ബിരിയാണി ആകുമ്പോൾ വിഷയമില്ല, വലിയ ചെമ്പാകുമ്പോൾ വിഷയമില്ല കേട്ടോ. അതിന് ശേഷം നമ്മളെന്ത് ചിക്കൻ മസാല കൂട്ടി പൊരിച്ചാൽ നിൽക്കട്ടെ. ഒരു 60% ആയാലും നമ്മളെന്ത് ചെയ്യും, കോയിനെ അങ്ങോട്ട് പൊരിച്ച് കാണുക എടുക്കൂട്ടാ. എന്നുവെച്ചാൽ ബാക്കി നമ്മൾ ദമ്മിൽ വേവിച്ചു, അതിനാണ് നമ്മൾ 60% എടുക്കേണ്ടത്. തക്കാളി പച്ചമുളക് വാട്ടിന് ശേഷമാണ് നമ്മൾ തൈര്, ചപ്പ്, പുതിന, ചെറുനാരങ്ങൻ്റെ നീര്, വെളുത്തുള്ളി പേസ്റ്റ്, ഇഞ്ചി പേസ്റ്റ് ഒക്കെ ഇട്ടിട്ടാ ഒന്നായിട്ടുള്ളൊരു മസാലയാണ്. ഈ മസാല നമ്മൾ സെപ്പറേറ്റ് 5 ചെമ്പുക്ക് ആക്കൂട്ടാ. ഓരോ ചെമ്പുക്ക് കുറച്ച് ദിവസം മസാല ഇട്ടോ. നമ്മൾ മസാല ഒക്കെ റെഡിയാക്കി അതിലേക്ക് പൊരിച്ച് വെച്ച ചിക്കൻ കേട്ടോ. മസാല ഫുള്ള് സെറ്റാക്കി ഓരോരോ ചെമ്പിൽ മസാല ഇട്ട് കുഴക്കണം. ഇപ്പോൾ അതിന് വെള്ളം എടുത്ത് വെച്ചേട്ടാ. ഒരു 1.5 ജഗ് വെള്ളത്തിൽ ഒഴിക്കണം. എന്നിട്ട് മസാല തീരെ വെള്ളം ഉണ്ടാവില്ല. നമ്മൾ ചോറ് കുത്തിരാട്ടോ. 3/4 വേവ് വയ്ക്കണ്ട. 3/4 വേവ് വയ്ക്കണേ. ദമ്മിൽ കിടക്കാനുള്ള വേവ് മാത്രമേ ഉണ്ടാവുള്ളൂ. 2ാമത്തെ ചെമ്പ് സെറ്റായി ദമ്മിടണം. കഴിഞ്ഞിട്ടാ ഇനി ബാക്കി 3 ചെമ്പ് ദമ്മടിക്കാണ്ട് അതിനടുത്ത പരിപാടി 2 3 4 5 ചോറ് ദമ്മിട്ടിക്കണേ. ഇനി അവസാന ചോറ് ദമ്മിടാനുള്ള പരിപാടിയാണ്. കൂട്ടിക്കാട്ടാ 2 പൊടിച്ചപ്പോൾ ഞാനില്ലേ. ഇനി ഞങ്ങൾ സാധനങ്ങളൊക്കെ കൊണ്ടുപോകണേ. നമ്മൾ രാത്രി നേരെ അടുത്ത നാളത്തെ പരിപാടിക്കുള്ള സൈറ്റിലേക്ക് നമ്മൾ പോകും. സാധനങ്ങളൊക്കെ കയറ്റിയിട്ട് നമ്മൾ നേരെ ഷെഡിലേക്കാണ് പോകും. നാളെ നമുക്കൊരു കുടിരിക്കലിൻ്റെ പരിപാടി ഉണ്ട്. അതിനെന്ത് ചെയ്യാണ്, നമ്മൾ അടിപൊളിയായിട്ടൊരു ബിരിയാണി വെച്ച് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ പരിപാടിക്ക് സാധനങ്ങളൊക്കെ കയറ്റിയിട്ട് നേരെ നമ്മൾ ഷെഡ്. കോയാണെന്ന് കോഫി ഉണ്ടാകും. കോയാ എന്താ പാട് കോഫി? സൂപ്പറാണ്. അപ്പോൾ നമ്മളെ പരിപാടി ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.